വേഗം വരുന്നവരായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൂതന്മാർ മനോഹരമാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. എബ്രായർ 12 അധ്യായം 22 വാക്യം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും പല വീടുകളിലും ഞാൻ ദൂതന്മാരുടെ പെയിന്റിങ്ങുകൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു, തകർന്ന പലകകളുള്ള ഒരു തടിപ്പാലം കടക്കുന്ന ഒരു ചെറുപ്പക്കാരനെയും അവന്റെ അരികിൽ ചിറകുകൾ വിരിച്ചിരിക്കുന്ന ഒരു ദൂതനെയും ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പെയിന്റിംഗ്. അവനെ സ്നേഹപൂർവ്വം സംരക്ഷിക്കുന്നു. ആ ദൂതന്റെ മുഖം വളരെ മനോഹരമാണ്. അവൻ ആൺകുട്ടിയെ വളരെ സ്നേഹത്തോടെയും അനുകമ്പയോടെയും കരുതലോടെയും നയിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. കർത്താവ് നമ്മെ വളരെയധികം സ്നേഹിക്കുന്നു. അവൻ നമുക്ക് 1000-10,000 ദൂതന്മാരെ നൽകിയിട്ടുണ്ട്. അവർ സൗന്ദര്യം നിറഞ്ഞവരാണ്. അവർ സ്തുതിഗീതങ്ങളാൽ കർത്താവിനെ ആരാധിക്കുന്നു. അതേസമയം അവർ നമുക്ക് ശുശ്രൂഷിക്കുന്ന ആത്മാക്കളായും പ്രവർത്തിക്കുന്നു. തിരുവെഴുത്ത് സങ്കീർത്തനങ്ങൾ 91 അധ്യായം 11-12 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്ന്. ദൂതന്മാർ മാത്രമല്ല നമ്മെ സംരക്ഷിക്കുന്നത്, എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട കർത്താവും നമ്മെ നിരീക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മെക്കുറിച്ച് ആശങ്കയുണ്ട്. അവന്റെ കാവലായുള്ള കണ്ണുകൾ ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യുന്നില്ല. തിരുവെഴുത്ത് പറയുന്നു, കർത്താവ് നിങ്ങളുടെ കാവൽക്കാരനാണ്, കർത്താവ് നിങ്ങളുടെ വലത്തുഭാഗത്തുണ്ട് എന്ന്. സങ്കീർത്തനം 121 അധ്യായം 5 വാക്യത്തിൽ അത് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ ദൂതന്മാർ വളരെ സൗന്ദര്യമുള്ളവരാണെങ്കിലും നമ്മുടെ കർത്താവ് എത്ര മനോഹരമാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അവൻ ഷാരോനിലെ റോസാപ്പൂവും താഴ്വരകളിലെ താമരപ്പൂവുമാണ്. ആയിരക്കണക്കിന് 10,000-ങ്ങളിൽ സുന്ദരനാണവൻ. അവൻ 10,000-ങ്ങളിലും സുന്ദരനാണ്. അവൻ തികച്ചും സുന്ദരനാണ്. നമ്മുടെ കർത്താവ് സ്നേഹവും സൗന്ദര്യം നിറഞ്ഞ വലിയ സൗന്ദര്യത്തോടെ ദൂതന്മാരെയും സൃഷ്ടിച്ചു. കർത്താവ് നമ്മെ സൃഷ്ടിച്ചപ്പോൾ അവൻ തന്റെ എല്ലാ സൗന്ദര്യവും നമുക്ക് നൽകി. അവന്റെ പ്രതിച്ഛായയിലും അവന്റെ സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു. അവൻ ഞങ്ങളെ ബഹുമാനവും മഹത്വവും കൊണ്ട് കിരീടമണിയിച്ചു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ വിശുദ്ധ സൗന്ദര്യം നശിച്ചു. തിരുവെഴുത്ത് പറയുന്നു, എല്ലാവരും പാപം ചെയ്യുകയും ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് വീഴുകയും ചെയ്തു എന്ന്. റോമർ 3 അധ്യായം 23 വാക്യത്തിലും. ശൂനേംകാരത്തി പറയുന്നു, ഞാൻ ഇരുണ്ടതാണ് പക്ഷേ മനോഹരമാണെന്ന്. ഉത്തമഗീതം 1 അധ്യായം 5 വാക്യത്തിൽ അത് പറയപ്പെടുന്നു. അതെ, ആദാമിന്റെ പാപം ഞങ്ങളെ ഇരുട്ടിലാക്കി. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുകയും വീണ്ടും സൗന്ദര്യമുള്ളവരാക്കുകയും ചെയ്യുന്നു. വിശുദ്ധരും പാപരഹിതരുമായ ദൂതന്മാർ എത്ര മനോഹരമാണ്! ദൈവത്തിന്റെ ദൂതന്മാർ ജ്ഞാനം നിറഞ്ഞവരും സൗന്ദര്യത്തിൽ തികഞ്ഞവരുമാണ്. എല്ലാ വിലയേറിയ കല്ലുകളാലും അലങ്കരിച്ചിരിക്കുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേദകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും കൊണ്ട് മൂടിയിരിക്കുന്നു എന്ന് യെഹെസ്കേൽ 28 അധ്യായം 12-13 വാക്യങ്ങളെ കാണാൻ സാധിക്കും. ദൈവമക്കളെ, രാജാതിരാജാവിന്റെ ഏറ്റവും മികച്ച സൃഷ്ടി നിങ്ങളാണെന്ന് ഒരിക്കലും മറക്കരുത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഉത്തമഗീതം 5 അധ്യായം 10 വാക്യം. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സദൃശ്യവാക്യങ്ങൾ 6-7 അധ്യായങ്ങൾ, വൈകുന്നേരം 2 കൊരിന്ത്യർ 2 അധ്യായം. ആമേൻ.